ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഒരു പുതിയ നോമ്പ് തുറ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്യൂഷൻ റെസിപ്പിയാണ്. വിയറ്റ്നമീസ് പോപ്പുലർ സ്ട്രീറ്റ് ഫുഡ് പാൻസിയോ നമ്മുടെ മലബാർ നിറച്ചതിൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ട് സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ തന്നെ ലൈറ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് ഒരു സ്നാക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പുതിയ റെസിപ്പി പാൻസിയോ നിറച്ചത്. അപ്പോൾ ഏറ്റവും ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് തയ്യാറാക്കുന്നത്. ആദ്യം 2.5 കപ്പ് വളരെ ഫൈനായിട്ടുള്ള അരിപ്പൊടി എടുക്കുക. അതിലേക്ക് 2/3 കപ്പ് കോൺഫ്ലവറും കൂടി ചേർക്കാം. വലിയൊരു ബൗളാണ് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, പിന്നെ യെല്ലോ ഫുഡ് കളറിങ് ഓപ്ഷനിലാണ്. ബാൻസിയോ യൂഷ്വലി നല്ല യെല്ലോ കളർ ആയിരിക്കും, അത് നമുക്ക് പിന്നെ ചേർക്കാം. അതിനു മുമ്പ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കോക്കനട്ട് ക്രീം, ഞാനിവിടെ കാര കോക്കനട്ട് ക്രീം 200 ml ആണ് ചേർക്കുന്നത്. പകരം ഫ്രഷ് ആയിട്ട് എടുക്കുന്ന തേങ്ങാപ്പാലാണെങ്കിൽ വെള്ളം വളരെ കുറച്ച് ചേർത്തിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഈ പാൻസിയോടെ ക്രേപ്സ് വളരെ ലൈറ്റ് ടെക്സ്ചറും ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് 3.5 കപ്പ് സോഡ വാട്ടർ ചേർക്കുന്നുണ്ട്, പ്ലെയിൻ സോഡ. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, അതിൻ്റെ പാദം ഒന്ന് താഴ്ന്നിട്ട് ബാക്കി ഒഴിക്കാം. അങ്ങനെ അപ്പോൾ സോഡ വാട്ടർ കിട്ടാനില്ലെങ്കിൽ ഇതിന് പകരം വെള്ളം ചേർക്കാം. അപ്പോൾ അതിലേക്ക് ആ ഫുഡ് കളറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ടൈറ്റായിട്ട് റാപ്പ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് വെക്കാം. അതേപോലെ വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, രാത്രി വെച്ചിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കാം. പിന്നെ ഓർക്കേണ്ട കാര്യം, ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ ഇതൊരുവിധം നല്ലോണം ഉണ്ടാവും ബാറ്റർ. വേണമെങ്കിൽ ഈ റെസിപ്പി പകുതിയാക്കാം, 2-3 പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി ഇത്രയും ഒന്നും ആവശ്യം ഉണ്ടാവില്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതിയാവും. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കൂടുതലുണ്ടാക്കും, കാരണം ഉറപ്പായിട്ടും അടുത്ത ദിവസവും എടുക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കും. അതുകൊണ്ട് അപ്പോൾ ഇതിന് വേണ്ടി ഒരു ക്വിക്ക് സിമ്പിൾ ടേസ്റ്റി മലബാർ ഫീലിംഗ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടി 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പാനിലിട്ട് അതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം, 120 ml ആണ്. ഇത്രയും ചേർത്തിട്ട് ഹൈ ഹീറ്റിൽ ഇത് ഓണാക്കിയിട്ട് നമുക്ക് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഈ ചിക്കൻ റെഡി ആയിരിക്കും. 6 മിനിറ്റിന് ശേഷം നമുക്ക് ആ ചിക്കൻ പീസസ് ഒരു ഫോർക്ക് വെച്ച് പതുക്കനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം, പിച്ചി കീറി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും ഇതിൻ്റെ ആ സ്പൈസസൊക്കെ ഒന്ന് പിടിക്കാൻ സാധിക്കും. അപ്പോൾ ടൈമർ 10 മിനിറ്റ് അടിച്ചപ്പോൾ തന്നെ വെള്ളം മുഴുവൻ വറ്റി. ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ചെറിയ മിക്സി ജാറിൽ ഒരു 2-3 പൾസ് ചെയ്തപ്പോൾ ഇതുപോലെ ഷ്രെഡായി കിട്ടി. അത് മാറ്റി വെച്ചു. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും ഗീയും രണ്ടും കൂടി ചേർത്ത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 സവാള കൊത്തിയരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളിയും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടുതൽ വേണ്ട വെളുത്തുള്ളിനേക്കാളും, പിന്നെ 2 ചെറിയ പച്ചമുളക് അല്ലെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കളറ് ഒട്ടും ബ്രൗണായൊന്നും മാറിപ്പോകരുത്. നന്നായിട്ടൊന്ന് വഴണ്ട് ആ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടിയാൽ മതി, നല്ലൊരു മണമായി മാറും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളാണെങ്കിലും ഇളക്കിക്കൊണ്ടിരിക്കണം, തീരെ ആ കരിഞ്ഞ തരികളൊന്നും പാടില്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ. എന്നിട്ട് ആ ചിക്കൻ ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം. അതിനുശേഷം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഓൾമോസ്റ്റ് റെഡിയാണ്. കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് ഇറക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ കുക്ക് ചെയ്യണതിന് 1/2 മണിക്കൂർ മുമ്പ് നമ്മുടെ ബാറ്ററി എടുത്ത് പുറത്ത് വെച്ചിരുന്നു. തണുപ്പ് മുഴുവനായിട്ട് മാറണം നന്നായിട്ട് വരണമെങ്കിൽ. പിന്നെ ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യുമ്പോൾ അരിപ്പൊടിയൊക്കെ ഒന്ന് താഴെ സെറ്റിലായിട്ടുണ്ടാവും, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക, 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായിട്ട് കുറച്ച് സവാള കൊത്തിയരിഞ്ഞത് കുറച്ച് മതി, ഒരു 1-2 ടേബിൾ സ്പൂൺ. അതിലേക്ക് 2 തണ്ട് മല്ലിയില, തണ്ടോടുകൂടി തന്നെ ഇടയാണ്, 1-2 തണ്ട് മതി. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് പാനിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കാം. 1/4 കപ്പ് ബാറ്റർ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ പാൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. എന്നിട്ട് പെട്ടെന്ന് തന്നെ വേഗം ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രേപ്പ് പോലെ ഇങ്ങനെ പരന്ന് കിട്ടും. ഇനി ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ സൈഡിൽ നിന്ന് മൊരിഞ്ഞ് സൈഡിൽ നിന്നൊന്ന് വിട്ട് തുടങ്ങും ആ സ്റ്റേജ് വരെ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യൊന്ന് സൈഡിലൊന്ന് ഇറ്റിച്ചു കൊടുക്കാം.
നിർബന്ധമില്ല. എന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വീതം ആ ചിക്കൻ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാളയും മല്ലിയിലയും ഒരു സൈഡിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ക്രേപ്പ് ബാറ്റർ ഒഴിച്ചത്. ആ സൈഡിൽ തന്നെയാണ് ഈ ചിക്കൻ ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നത്. കാരണം പിന്നീട് നമ്മൾ ആ ബാൻസിയോൻ്റെ ക്രേപ്പ് മടക്കി കൊടുക്കുകയാണല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും 1 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് അടിഭാഗം ഒന്ന് ചെക്ക് ചെയ്യാം മൊരിഞ്ഞ് വരുന്നില്ലേന്ന്. കൂടുതൽ നേരം ചെയ്താൽ കുറച്ചും കൂടി മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. സൈഡ്സൊക്കെ എന്തായാലും നല്ല ക്രിസ്പായിട്ട് വരും. ഭയങ്കര ലൈറ്റ് ക്രിസ്പാണ് കേട്ടോ ഇത്, അല്ലാണ്ട് കറുമുറ എന്നല്ലായിരിക്കുക. എന്നിട്ട് ഇത് മടക്കിയിട്ട് ഒന്നും കൂടി 1 മിനിറ്റ് വരെ വീണ്ടും ക്രിസ്പാക്കി എടുക്കാം. മറിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം മറിച്ചിടുമ്പോൾ ഇടയ്ക്കതിന് ഫില്ലിങ് പുറത്തേക്ക് വീഴും. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ കൊടുക്കാം. ഇത് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ അടുത്തത് ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ ചിക്കൻ്റെ ഫില്ലിങ്ങിന് പകരം ബീഫോ മട്ടനും ഉപയോഗിക്കാൻ പറ്റും. ട്രഡീഷണൽ ബാൻസിയോയിൽ ചെമ്മീനും ചിക്കൻ അല്ലെങ്കിൽ വേറെ പലതാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് ബീൻ സ്പ്രൗട്ട്സ് ഒക്കെ നിറച്ചിട്ട് ഒരുപാട് സാലഡ്സിൻ്റെ ഒപ്പം ആണിത് സെർവ് ചെയ്യാറ്. ഒരു ഡിപ്പിംഗ് സോസും ഉണ്ടാവും കൂടെ. പക്ഷെ നമുക്ക് ഈ മലബാർ സ്റ്റൈൽ ഫില്ലിങ്ങിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒട്ടും ഹെവി ആയിട്ട് തോന്നില്ല, എന്നാൽ ഒരു ചെറിയ ക്രിസ്പി സ്നാക്ക് കഴിച്ച ഫീലും കിട്ടും. അപ്പോൾ ഇത്രയും ചിക്കൻ ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊരു 5 ബാൻസിയോ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഫില്ലിങ് വെച്ച് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനും നല്ലതാണ്, അല്ലെങ്കിൽ സമൂസ ഫില്ലിംഗ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ അവസാനത്തെ സ്റ്റേജിൽ കുറച്ചധികം നേരം പാനിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ സമയം അനുസരിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. കുറച്ചുകൂടി നേരം മൊരിച്ചെടുത്ത ക്രേപ്പാണ് ഈ കാണുന്നത്. ഇനി ഒരു മെത്തഡും കൂടി ഉണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് കാണിച്ചു തരാം. സവാള മല്ലിയില എല്ലാം ഒന്ന് വഴണ്ടതിന് ശേഷം ബാറ്റർ ഇടുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആ ചിക്കൻ ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫില്ലിങ് മുഴുവൻ ഇടണില്ല ഇപ്പം, പക്ഷെ ബാറ്ററിൻ്റെ ഒപ്പം കുക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കും. എന്നിട്ട് മറ്റേതുപോലെ തന്നെ 1 മിനിറ്റിന് ശേഷം ചിക്കൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് നേരം പാനിലിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ അതും ഒരു രസമാണ്. ട്രഡീഷണൽ മെത്തഡിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. നല്ല ചൂടുള്ള ചെറുതായി ക്രിസ്പായിട്ടിരിക്കുന്ന ബാൻസിയോ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചില്ലി സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ബാറ്റർ ബാക്കി വരുന്നത് നല്ല ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 3-4 ദിവസം ഇത് ഒരു കേടും തട്ടാതെ ഇരുന്നോളും. ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഈ ഒരു പുതിയ നോമ്പ് തുറ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരാം. ബൈ.